അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരു വ്യക്തിക്ക് ശരിയായ ഒരു പക്വതയും ബോധവും ഒക്കെ വിവേകവുമൊക്കെ ഉണ്ടാവുന്നത് പ്രായപൂർത്തിയാകുമ്പോഴല്ലേ. അപ്പോൾ പ്രായപൂർത്തിയാവുന്നതോടുകൂടെ നമ്മുടെ സുരക്ഷയെക്കുറിച്ചും നമ്മുടെ ഭാവിയെക്കുറിച്ചും എല്ലാം നമുക്കൊരു ചിന്ത ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പരമാവധി അതിൻ്റെ സൂക്ഷ്മതകളൊക്കെ കൈക്കൊള്ളും. ഇന്ന് ചെറിയൊരു കുട്ടിയാകുന്ന സമയത്ത് ആ കുട്ടിക്ക് സ്വന്തമായി ആ കുട്ടിയുടെ സുരക്ഷ സാധ്യമല്ലല്ലോ. അപ്പോൾ അതാരാ നിർവഹിക്കുക? അത് മാതാപിതാക്കളാണ് നിർവഹിക്കുക. ഇപ്പോൾ ഒരു കുട്ടി ഭക്ഷണം കഴിക്കാൻ തുടങ്ങാത്ത കാലഘട്ടത്തിൽ അതിന് മുലപ്പാൽ വേണം. അത് ഉമ്മനെ വിചാരിച്ച് കൊടുക്കണമല്ലോ. ഭക്ഷണം വേണം, കൊടുക്കണ്ടേ? മലമൂത്ര വിസർജനം അതൊക്കെ ഉമ്മൻ്റെ സഹകരണമെല്ലാം നടക്കൂ. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് കഴിയാത്തിടത്തെല്ലാം അവരുടെ പ്രായവും വിവേകവും എത്താത്തിടത്തെല്ലാം അതിന് പകരമായി അതിൽ ആക്ട് ചെയ്യേണ്ടത്, വർക്ക് ചെയ്യേണ്ടത്, ആ കാര്യങ്ങൾ ചെയ്യേണ്ടത് മാതാപിതാക്കളാണ്. എന്നാൽ നമ്മുടെ അറിവില്ലായ്മ കൊണ്ടോ ശ്രദ്ധക്കുറവ് കൊണ്ടോ ചിലപ്പോൾ നമ്മുടെ കുട്ടികളുടെ സുരക്ഷിതത്വത്തിൽ വേണ്ടത്ര ശ്രദ്ധ പുലർത്താൻ കഴിയാതെ പോകുന്ന രക്ഷിതാക്കൾ പലപ്പോഴും കുട്ടികൾക്ക് വരുത്തുന്നത് വളരെ വലിയ ദുരന്തമാണ്. ഞാനിത് പറയാൻ കാരണം അടുത്ത കാലത്തൊക്കെ പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഇത്തരം മാനസികമായ പ്രശ്നങ്ങളെ കൊണ്ട് അവർ കൗൺസിലിങ്ങിന് വേണ്ടി വരുമ്പോൾ അതിൽ ചിലരെല്ലാം പറയുന്നൊരു ആശയം എന്താണെന്ന് ചോദിച്ചാൽ, ചെറുപ്പത്തിൽ വളരെ ചെറിയ കുട്ടികളാകുമ്പോൾ എന്ന് പറഞ്ഞാൽ 8 വയസ്സ് 9 വയസ്സൊക്കെ ആകുമ്പോൾ അവർ ബന്ധുക്കളിൽപ്പെട്ട പയ്യന്മാരെ കൊണ്ടും അതേപോലെ തന്നെ പരിസരത്ത് വരുന്ന പല പരിചയക്കാരെ കൊണ്ടൊക്കെ ചൂഷണത്തിന് വിധേയമാകുന്നതായിട്ടാണ് മനസ്സിലാവുന്നത്. അപ്പോൾ അതിൻ്റെ ദുരന്തം എന്താണെന്ന് ചോദിച്ചാൽ, ആ കുട്ടികളിൽ എന്ത് ചെയ്യുന്നു, ഈ ഒരു ലൈംഗികമായിട്ടുള്ള ഡിസബിലിറ്റികൾ വരുന്നു, ഭയങ്കരമായ ലൈംഗിക വൈകൃതങ്ങൾ വരുന്നു. അത് ആ കുട്ടികളെ മാനസികമായ പല രോഗങ്ങളിലേക്ക് എത്തിക്കുന്നു. വളരെ അപകടകരമായ ജീവിത സാഹചര്യങ്ങളിലേക്ക് അവരെ നയിക്കുന്നു. മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നു. ഭാവിയിൽ വിവാഹത്തെ അവർ ഭയപ്പെടുന്നു, പുരുഷന്മാരെ അവർ പേടിക്കുന്നു. ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പം അങ്ങനത്തെ ഒരു കുട്ടിയെ കഴിഞ്ഞ പ്രാവശ്യം ആ കുട്ടിയുടെ പ്രശ്നം കൈകാര്യം ചെയ്തപ്പോൾ യഥാർത്ഥത്തിൽ ആ കുട്ടി അനുഭവിക്കുന്ന ഈ പ്രതിസന്ധിയുടെ കാരണം ആരാണ്? അതായത് ഒരു ലൈംഗികതയെക്കുറിച്ചോ അതിനെക്കുറിച്ചൊന്നും അറിയാത്ത കാലത്ത് ആ കുട്ടിയെ ചൂഷണം ചെയ്ത് ഇത്തരം ഒരു അവസ്ഥയിലേക്ക് നയിച്ച ആ വ്യക്തിയാണോ ഉത്തരവാദി? ആ വ്യക്തിക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ആ വ്യക്തിക്ക് എങ്ങനെ ഈ കുട്ടിയെ ലഭ്യമായി? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും നമ്മുടെ പരിസരങ്ങളിൽ വരുന്നവരിൽ നമ്മുടെ കുട്ടി സുരക്ഷിതയാണ് എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. ഒരു പക്ഷേ മഹ്റം എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആളുകൾ പോലും, ഞാൻ അത് ആരാണെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, മഹ്റമാണെന്ന് വിശ്വസിക്കുന്നവരുടെ അടുക്കൽ പോലും നമ്മുടെ കുട്ടികൾ സുരക്ഷിതരല്ല എന്നതാണ് ഇത്തരം തുറന്നു പറച്ചിലുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് രക്ഷിതാക്കളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഉമ്മമാരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയാണ്, നിങ്ങളുടെ കുട്ടികളിലെല്ലാം നിങ്ങളുടെ ഒരു കണ്ണ് എപ്പോഴും ഉണ്ടായിരിക്കണം. പെൺകുട്ടികളാണെങ്കിൽ അവരൊരു വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നത് വരെ സംശയകരമായിട്ടല്ല ഞാൻ പറഞ്ഞത്, അവരെ ആരെങ്കിലും ദുരുപയോഗപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള ജാഗ്രത നമുക്കെപ്പോഴും വേണം. ഇപ്പോൾ കസിനാണെന്ന് പറഞ്ഞ് അടുത്ത് ബന്ധപ്പെട്ട് പരിചയപ്പെട്ട് വരുന്ന ആളുകൾ വളരെ അപകടകരമായ അവസ്ഥ ഉണ്ടാക്കാം. ഇപ്പോൾ ഒരു മുതിർന്ന ഒരാൾ, അയാൾ ഏകദേശം വിവാഹത്തോട് അടുത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വിവേകമില്ലാത്തൊരു കാലത്ത് ഞാൻ എൻ്റെ കുടുംബത്തിലൊരു കുട്ടിയെ ഒരു മോശമായ ടച്ച് ചെയ്തു. ആ കുട്ടിക്ക് അന്നത് മനസ്സിലാക്കാനുള്ള പ്രായമില്ല. പക്ഷേ സത്യത്തിൽ ഇപ്പോൾ വർഷങ്ങൾ പിന്നിട്ട് എത്രയോ കഴിഞ്ഞ് അതിനുശേഷം അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ തന്നെ എത്രയോ മാറി, എൻ്റെ ജീവിതം തന്നെ ആകെ ചേഞ്ചായി. അപ്പോൾ എനിക്കും അന്ന് വിവേകമില്ലാത്തൊരു കാരണമാണ്. പക്ഷേ ഇന്ന് എനിക്കും ആ കുട്ടി ഒരു മെസ്സേജ് അയച്ചിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ അന്ന് എന്നെ ഒരു ബാഡ് ടച്ച് ചെയ്തിരുന്നില്ലേ എന്ന് ആ കുട്ടി ഇപ്പോൾ ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ജീവിതത്തിൽ എന്തെല്ലാം നമ്മൾ അറിയാതെ നടക്കുന്നു എന്ന് ആലോചിക്കണം. അപ്പോൾ നമ്മുടെ കുട്ടികൾ സുരക്ഷിതരാവാൻ
തീർച്ചയായും നമ്മുടെ ഒരു ശ്രദ്ധ അവരുടെ കാര്യത്തിൽ വേണം. ഇത് ഒരു പാരൻറ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കി തന്നെ നമ്മുടെ കുട്ടികളെ സുരക്ഷിതരാകുവാനും അവരുടെ ഭാവി നശിക്കാതിരിക്കാനും അവരിത്തരം വൈകല്യങ്ങളും ദുഷിച്ച ചിന്തകളും അഡിക്ഷനുകളും വരാതിരിക്കുവാനും നമ്മൾ നിതാന്തമായി അവരോടൊപ്പം ഉണ്ടായിരിക്കണം. നമ്മുടെ ഒരു കണ്ണ് അവരോടൊപ്പം ഉണ്ടായിരിക്കണം. നമ്മുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. അള്ളാഹു എല്ലാ ദുരന്തങ്ങളിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.